ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗപ്പി ഫിഷിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അധോലോകം ഓഫ് ഗപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. അലങ്കാര മത്സ്യങ്ങൾ ഏറെ പേരുകേട്ട ഒരു മത്സ്യമാണ് ഗപ്പി. മോളി, എൻഡിലാർ മത്സ്യം എന്നിവ ഉൾപ്പെടുന്ന പൊയ്സിലിയുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ഗപ്പി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതും ഗപ്പി മത്സ്യത്തിനാണ്. ഗപ്പി മത്സ്യത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ പെൺമീനിന് ഏകദേശം നീളം 4 മുതൽ 6 സെൻറ്റിമീറ്ററാണ്. ആൺമീനിന് 2.5 മുതൽ 3.5 സെൻറ്റിമീറ്ററാണ് നീളം. ആൺ മത്സ്യങ്ങൾ ചെറുതാണെങ്കിലും വളരെ ഭംഗിയുള്ള നിറവും വൈവിധ്യമാർന്ന വാലുകളും ഉള്ളവയാണ്. പലതും വർണ്ണം വാരി വിതറിയ പോലെയോ വർണ്ണഭംഗിയുള്ള വരകളും പൊട്ടുകളുമായോ കാണാം. എന്നാൽ പെൺമത്സ്യങ്ങൾ പൊതുവെ മങ്ങിയ ചാരനിറത്തിൽ കാണപ്പെടുന്നു. വാലിൻ്റെ സവിശേഷത കൊണ്ടും നിറഞ്ഞ അടിസ്ഥാനമാക്കിയും ആണ് ഗപ്പികളെ പ്രധാനമായും വിഭജിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കറുത്ത കണ്ണുള്ളവയും ചുവപ്പ് കണ്ണുള്ളവയും ഉണ്ട്. കറുത്ത കണ്ണുള്ള ഗപ്പികൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ചുവപ്പ് കണ്ണുള്ളവ വളരെ കുറവ് എണ്ണത്തെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ. ചുവന്ന കണ്ണുള്ള ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമെങ്കിൽ ആർട്ടീമിയ പോലുള്ള ലൈവ് ഫുഡുകൾ അത്യാവശ്യമാണ്. ചുവന്ന കണ്ണുള്ള ആൽബിനോ ടൈപ്പ് ഗപ്പികൾ വളരെ സെൻസിറ്റീവായാണ് കാണപ്പെടുന്നത്. ഗപ്പികളെ വാലിൻ്റെ അടിസ്ഥാനത്തിലും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും വേർതിരിക്കുന്നു. വാലിൻ്റെ അടിസ്ഥാനത്തിൽ വെയിൽ ടെയിൽ, ട്രയാങ്കിൾ ടെയിൽ, ഫാൻ ടെയിൽ, ഫ്ലാഗ് ടെയിൽ, ഡബിൾ സോഡ്, അപ്പർ സോഡ്, ലോവർ സോഡ്, ലെയർ ടെയിൽ, സ്പേഡ് ടെയിൽ, സ്പിയർ ടെയിൽ, റൗണ്ട് ടെയിൽ, പിൻ ടെയിൽ എന്നീ പേരുകളിൽ വിഭജിക്കുന്നു. നിറമനുസരിച്ചാണെങ്കിൽ റെഡ് ഗപ്പി, മോസ്കോ ബ്ലൂ, മോസ്കോ ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, ഹാഫ് ബ്ലാക്ക്, ഗ്രീൻ ടക്സിഡോ, യെല്ലോ ടക്സിഡോ, വൈറ്റ് ടക്സിഡോ, അങ്ങനെ ഫുൾ റെഡ്, അങ്ങനത്തെ പല വെറൈറ്റീസ് വേർതിരിച്ചിട്ടുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും കേരളത്തിൽ ഗപ്പി തന്നെയാണ്. അതിനെ വെല്ലാൻ വേറൊരു മത്സ്യവും ഇതുവരെ ജനിച്ചിട്ടില്ല. ഗപ്പി ഫിഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സൈസ് ചെറുതും കാണാൻ വളരെ ഭംഗിയുമാണ്. കേരളത്തിലെ ബ്രീഡർമാർ പുതിയ ഇനം ഗപ്പികളെ ഇറക്കുന്നുണ്ട്. ക്രോസ് ബ്രീഡിംഗ് വഴിയാണ് ഇവ ഇറങ്ങുന്നത്. ഗപ്പികൾ ഫസ്റ്റ് ബാച്ച് കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ ആദ്യമേ 20 കുഞ്ഞുങ്ങളൊക്കെ കാണും. 2-3 ബാച്ചൊക്കെ ആകുമ്പോൾ അത് 30 മുതൽ 50 കുഞ്ഞുങ്ങൾ വരെ പ്രസവിക്കും. ഗപ്പികളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ 1 വർഷമോ 2 വർഷത്തിനോ ഇടയിലോ ജീവിക്കും. പിന്നെയുള്ള പ്രത്യേകത, കറുത്ത കണ്ണുള്ള ഗപ്പികൾക്ക് പ്രത്യേക പരിപാലനം ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ചുവന്ന കണ്ണുള്ളവയ്ക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ചാലേ അത് നല്ലതുപോലെ വളരും. കറുത്ത കണ്ണുള്ള ഗപ്പികൾ ഏത് കാലാവസ്ഥയിലും വളരും. പക്ഷേ ചുവന്ന കണ്ണുള്ള ഗപ്പികൾ ചൂട് കൂടിയ വെള്ളത്തിലാണെങ്കിൽ അത് തീർച്ചയായും ചത്തുപോകും, അല്ലെങ്കിൽ അത് അസുഖം പിടിച്ച് മരിച്ചു പോകും. ഗപ്പി ഫിഷിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അത് മറ്റു മത്സ്യങ്ങളെ ആക്രമിക്കാറില്ല. ചുവന്ന കണ്ണുള്ള ഗപ്പികളാണെങ്കിൽ അത് പ്രസവിക്കുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കറുത്ത കണ്ണുള്ള ഗപ്പികൾ അത്ര കുഞ്ഞുങ്ങളെ കഴിക്കാറില്ല. ചുവന്ന കണ്ണുള്ള ഗപ്പികൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിക്കാൻ കാരണം അതിന് കാഴ്ച കുറവാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ ആഹാരമെന്ന് കരുതിയാണ് അവ കഴിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ളതും ഗപ്പി ഫിഷിനാണ്. അതുമാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഗപ്പി ഫാം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇതിന് നല്ല വീഡിയോയുമായി ഇനി എത്താമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ കൃഷാനു സൈനിങ് ഔട്ട് ഫ്രം അധോലോകം ഓഫ് ഗപ്പീസ്.